ഹലോ. ഞാനിന്ന് നമ്മുടെ മൊത്തത്തിലുള്ള കുറച്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണ്. വാസ്തവവും കാര്യം ഒത്തിരി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും ആളുകളെ കുഴപ്പത്തിൽ ചാടിക്കുന്നതും ആയിട്ടുള്ള ഒത്തിരി പ്രസ്താവനകൾ കണ്ടിട്ടുണ്ട്. വാസ്തുവിനെ പറ്റി പറയാൻ ഞാൻ പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പം വാസ്തുവിനെ പറ്റി അറിയാവുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യിക്കുന്നതായിട്ടും ഭയം ഉണ്ടാക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഞാനിപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യും. അതിനൊരു മീഡിയം വേണം, എന്തെങ്കിലും ഒരു മീഡിയം വേണം. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി തണ്ണീർമുക്കം VK വാസുവാചാര്യയുടെ ശില്പശാസ്ത്രം ഗ്രഹചിത്രാവലി എന്ന് പറയുന്ന ഈ ബുക്ക് കാണാമോ? ഈ ബുക്കാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാനിതിൽ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. തികച്ചും ആരോഗ്യകരമായ ഒരു പഠനം എന്ന് വേണമെങ്കിൽ കരുതിയോ, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു നോളജ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ഈ വാസ്തുശാസ്ത്രത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ലാത്ത ചെറിയൊരു ഉദാഹരണമാണ് കന്നിമൂല. അതിനകത്ത് ഈ ജ്യോതിഷം പഠിച്ചവരുടെ കടന്നുകയറ്റം കൂടെ ഉണ്ട്. ജ്യോതിഷം പഠിച്ചവരുടെ കടന്നുകയറ്റം കൂടെ കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഈ വാസ്തുശാസ്ത്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അവനവനുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് പണിത വീടുകൾ ഇടിച്ചു പൊളിച്ച് കളയുകയും അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് അനിവാര്യമാണ്. കാരണം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന നിർമ്മിതികൾ പാടില്ല, ഇന്ന മൂലകളിൽ ബാത്റൂം പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് സമഗ്രമായ ഒരു അന്വേഷണമാണ് അതിനകത്ത് നടത്തുന്നത്, അല്ലാതെ തർക്കമല്ല. ഇതിനകത്ത് ആരെയും നമ്മൾ മോശമായി ചിത്രീകരിക്കുന്നില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മളിത് ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മുടെ സമീപ പ്രദേശത്ത് കൃഷ്ണപുരത്ത് കൊട്ടാരമുണ്ട്. അത് തിരുവനന്തപുരം കൊട്ടാരത്തിൻ്റെ മിനിയേച്ചറാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരം എല്ലാവരും ഒന്ന് സന്ദർശിക്കണം. വാസ്തുശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ വീടുകൾ പൊളിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർ നിർബന്ധമായും ഈ കൊട്ടാരം സന്ദർശിക്കണം. കാരണം ഈ കൊട്ടാരത്തിൽ ടോയ്ലറ്റിൻ്റെ സ്ഥാനം എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പുറത്തോട്ട് നിർമ്മിതികൾ പാടില്ല എന്ന് പറയും. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന നിർമ്മിതികളൊന്നും അധികം കണ്ടുവരുന്നില്ല. പക്ഷേ പഴയ നിർമ്മിതികളിലെല്ലാം വീടുകളിലും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന നിർമ്മിതികളുണ്ടായിരുന്നു. പൂമുഖം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് തള്ളിച്ചായിരുന്നു എടുത്തിരുന്നത്. അതിൻ്റെ കഴുക്കോല് പണിയും ഒക്കെ 8 വട്ടത്തിലും ഒക്കെ ഉള്ള വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചെട്ടുളങ്ങര ഭാഗത്താണെന്ന് തോന്നുന്നു കണ്ടേക്കുന്നത് 8 വട്ടത്തിലുള്ളത്. ചെട്ടുളങ്ങര അമ്പലത്തിന് തെക്ക് വശം ചന്ത കഴിഞ്ഞിങ്ങോട്ട് വരുമ്പം കിഴക്കേ സൈഡിലൊരു വീടുണ്ട്, അവിടെ ആണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെട്ടുളങ്ങരയ്ക്ക് ചന്തയ്ക്ക് തെക്ക് നമ്മൾ കിഴക്കോട്ട് തിരിയുന്ന റോഡിൻ്റെ ഒരു കാർ വർക്ക്ഷോപ്പിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിൽ ഒരു വീടുണ്ട്. ഇതുമാതിരി കണ്ടിട്ടുണ്ട്. ഇനിയും ഇതിപ്പം നമ്മൾ ഇതിനെപ്പറ്റി
നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനി അടുത്ത വരാൻ പോകുന്നത് UFOയുമായിട്ട് വാസ്തുവിന് ബന്ധം ഉണ്ട് എന്ന് വരെ ഇനി കണ്ടെത്തലുകൾ വരും. ഉദരനിമിത്തമാണേ ബഹിർദ രേഷം. ഇപ്പം ഞാനീ ചെയ്യുന്നത് ഉദരനിമിത്തം തന്നെയാണ്. കാരണം ഇത് ചെയ്താൽ ഇതിനകത്തൂടെ ചെയ്താൽ കാശ് കിട്ടും, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അത് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വായി തോന്നുന്നു എന്തും വിളിച്ച് പറയുക എന്നുള്ളതല്ല. കുറച്ച് ലോജിക്കൊക്കെ വേണം പറയുന്ന കാര്യത്തിന്. ഇതൊരിക്കലും വെച്ചാൽ പലരും ഇപ്പം ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ 2025 തീരാൻ പോകുന്ന അവസരത്തിൽ ഞാനിത് ചെയ്യാൻ കാരണം 2 വർഷം കൊണ്ട് പഠിപ്പിച്ച് വിദ്വാന്മാരാക്കാം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് തുടങ്ങിയ ആൾക്കാരുണ്ട്. പക്ഷെ അവർ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു സെറ്റ് ഔട്ട് ചെയ്യാൻ പോലും പഠിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ചരട് പിടിക്കാൻ പോലും അറിയില്ല. അവർ ആ സമയത്ത് പോയിരുന്നെങ്കിൽ SSLC പാസ്സാകാത്തവരാണ് 6 മാസം കൊണ്ട് SSLC എഴുതിയെടുക്കാമായിരുന്നു, അടുത്ത 6 മാസം കൊണ്ട് NIOSൻ്റെ +2 കോഴ്സ് എഴുതിയെടുക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമെങ്കിലും കിട്ടും. ഇതിൻ്റെ പുറകിൽ പോയിട്ട് ജീവിതം ഹോമിക്കരുത്. ഇതേ സമയത്ത് വേറെ കോഴ്സുകൾ നടത്തുന്നുണ്ട്, 6 മാസം കൊണ്ട് ചെയ്യാവുന്നത്. ഇതിനകത്തൊക്കെ ഒത്തിരി വെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫീസ് വലുതാണ് വാങ്ങുന്നത്. എൻ്റെ പരിസര പ്രദേശത്തുള്ളൊരു ക്ഷേത്രമുണ്ട്, ഞങ്ങളുടെ ഗ്രാമദേവത ദേവൻ. വർഷങ്ങളായിട്ട് നിൽക്കുന്ന മേജർ ക്ഷേത്രത്തിൽ അടുത്ത സമയത്തൊരു വിദഗ്ധൻ ജ്യോത്സ്യം വന്നിട്ട് അവിടെ വാസ്തുമണ്ഡലം തിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് ഗോപുരത്തിന് ഇതിന് ഇടയ്ക്കൂടെ ഒരു നിർമ്മിതി വാസ്തുമണ്ഡലം തിരിക്കണമെന്ന്. അപ്പോൾ അത്രയ്ക്ക് അതപ്പതിച്ച് കീഴ്പോട്ട് പോകുന്നൊരു കാലഘട്ടമാണിത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അധികം നീട്ടുന്നില്ല, ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാം. അപ്പം വാസ്തവവും എന്നും പറഞ്ഞുകൊണ്ടൊരു പ്ലേലിസ്റ്റ് എൻ്റെ പ്രൊഫൈലിൽ കാണും. അപ്പം അതിനകത്ത് നമ്മളെടുക്കുന്ന ബുക്ക് ഇതാണ്, ഞാൻ മുമ്പേ കാണിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോ പോർഷനായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി മാത്രം നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് എനിക്കും ഇച്ചിരി വിവരം ഉണ്ടാകും. പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു തരുകയും ചെയ്യും. അതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് മറ്റ് ലാഭനഷ്ടങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ കാണാം.